നമസ്കാരം, എല്ലാവർക്കും ആത്മസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് ഞാൻ ലഞ്ചിന് കഴിക്കണ എന്നുള്ളതാണ്. അപ്പോ കൂട്ടാൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, ഉപ്പേരിയും ചോറൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോ ഒരു അടിപൊളി കൂട്ടാനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കണ്ടുവരാം. അപ്പൊ ദേ നമ്മള് ഉപ്പും കൂട്ടാനൊക്കെ കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. തൈര് വിളമ്പിയില്ല, തൈര് ഇത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഒന്നിച്ച് കൂട്ടി കഴിഞ്ഞാൽ ചില കൂട്ടാനുകള് തൈര് കൂട്ടിയ ഭയങ്കര സ്വാദ. മുതിരിയും തൈരും ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര സ്വാദ, മുളോശിയും തൈരൊക്കെ. അപ്പൊ ഈ ഒരു കൂട്ടാന് ഞാൻ തൈര് കൂട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തായാലും പപ്പടവും നമ്മളുടെ ഈ ഒരു പച്ച എന്താ പറയാ നാരങ്ങ ഉണ്ടല്ലോ, പച്ച കളറിലാണ് കേട്ടോ, അതും നമ്മളുടെ ബീട്രൂട്ടും ബീൻസും ആണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരി. അതും കൂടിയും വെച്ചിട്ട് ഉണിക്കും. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ട കഷ്ണങ്ങൾ എന്ന് പറഞ്ഞത് ചേനയും തക്കാളിയും മാത്രം മതി കേട്ടോ. ചേന നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം, അതുമാതിരി തന്നെ തക്കാളിയും കഴുകി വൃത്തിയാക്കുക. പരിപ്പും, ഈ 3 സംഭവങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പും, ഞാൻ ഉപ്പിട്ടു കേട്ടോ, ഉപ്പും അതുമാതിരി മഞ്ഞപ്പൊടി. ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ. കാരണം വേറെ കഷ്ണങ്ങളൊന്നും അരിയേണ്ട ആവശ്യമില്ല, വെറും ചേനയും തക്കാളിയും മാത്രം മതി. പിന്നെ നമ്മളുടെ പരിപ്പും. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. നാളികേരവും ജീരകവും വറ്റൽമുളകും, ഇത്രയും സംഭവങ്ങൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതും നന്നായിട്ട് അരയ്ക്കാം, വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ചേനയും തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടാവും. ഈ സമയത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളുടെ കരിവേപ്പിൻ്റെ ഒന്ന് പിച്ചി ചീന്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ അരപ്പും ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മിക്സിയുടെ ജാർ ഒന്ന് മൂറിയിട്ട് അത് ഒഴിക്കാം, ആ വെള്ളം കൂടി ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കൂട്ടാൻ റെഡിയായി. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിലേക്ക് കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല മാത്രം ഒന്ന് വറുത്തിടുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേഗം ഊണ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കൂട്ടാണ്ടാക്കണത് മാത്രമല്ലേ കാണിച്ചുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം, അതിലേക്ക് ഇത്തിരി ഉപ്പിടാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിലിട്ടത് ഇടാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയാണ് കേട്ടോ. ഈ നാരങ്ങ നല്ല സ്വാദ, ഒരു സ്പെഷ്യൽ സ്വാദ, പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാരങ്ങയാണ്. പച്ച കളറാണ് കേട്ടോ ആ നാരങ്ങയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാൻ. പിന്നെ ഞാൻ ഇന്ന് ഉപ്പേരി വെച്ചിരിക്കുന്നത് ബീട്രൂട്ടും ബീൻസ് ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞിട്ട് ബീൻസും വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു പപ്പടം കൂടി വെക്കാം. അപ്പോൾ നമ്മളുടെ ഊണ് റെഡി. അപ്പൊ ദേ നമ്മള് ഉപ്പും കൂട്ടാനൊക്കെ കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. തൈര് വിളമ്പിയില്ല, തൈര് ഇത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഒന്നിച്ച് കൂട്ടി കഴിഞ്ഞാൽ ചില കൂട്ടാനുകള് തൈര് കൂട്ടിയ ഭയങ്കര സ്വാദ. മുതിരിയും തൈരും ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര സ്വാദ, മുളോശിയും തൈരൊക്കെ. അപ്പൊ ഈ ഒരു കൂട്ടാന് ഞാൻ തൈര് കൂട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തായാലും പപ്പടവും നമ്മളുടെ ഈ ഒരു പച്ച എന്താ പറയാ നാരങ്ങ ഉണ്ടല്ലോ, പച്ച കളറിലാണ് കേട്ടോ, അതും നമ്മളുടെ ബീട്രൂട്ടും ബീൻസും ആണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരി. അതും കൂടിയും വെച്ചിട്ട് ഉണിക്കും. സൂപ്പർ ടേസ്റ്റ് കേട്ടോ.
എനിക്ക് വേറെ ഏതോ ഒരു കൂട്ടാൻ്റെ സ്വാദ് വരുന്നുണ്ട്. നല്ല സ്വാദ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉപ്പിട്ടത് നല്ല സ്വാദുണ്ട്, നാരങ്ങയാണേ. അപ്പൊ എന്തായാലും ഇന്നത്തെ എന്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഊണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാളെ തന്നെ ഉണ്ടാക്കി നോക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ചേട്ടാ ബൈ.